സർ, ലഹരി അതാരുപയോഗിച്ചാലും തെറ്റ് തന്നെയാണ്. ലഹരിയിൽ രാഷ്ട്രീയം കൊണ്ടുവരണ്ട എന്ന് മുഹമ്മദ് റിയാസ് പറയുമ്പോഴും ഇന്നത്തെ ദേശാഭിമാനിയിൽ വരുന്ന വാർത്തയാണ് ലഹരിയുമായി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കൽ കോളേജിലെ 2 KSU വിദ്യാർത്ഥികൾ പിടിയിലെന്നുള്ളത്. SFI വിദ്യാർത്ഥികളുടെ റൂമിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നു, പിന്നീട് അത് KSU വിദ്യാർത്ഥികളെന്ന് പറയുന്നു. ഇപ്പോൾ ഈ കോളേജുകളിലെ ലഹരി ഉപയോഗവും വിൽപ്പനയും വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിൽ SFIക്കും പങ്കുണ്ടാകാം, KSUവിനും പങ്കുണ്ടാകാം. പക്ഷേ ഈ തമ്മിൽ തല്ലല്ലോ ഇപ്പോൾ വേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ കരുതേണ്ടത്? ഇപ്പോഴത്തെ ഒരു വിഷയം വളരെ ലളിതമാണ്. സംഗതി ലഹരിയാണ്. അപ്പോൾ ഈ ലഹരി ഇപ്പോൾ കേരളത്തിലത് വലിയൊരു എന്താ പറയുക, വൻ വിപത്തായി മാറിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് കേരളത്തിൻ്റെ മറ്റ് നഗരങ്ങളിലൊക്കെ ഒരു പക്ഷേങ്കിൽ രാത്രി സഞ്ചാരങ്ങളും ഈവൻ പെൺകുട്ടികൾ പോലും രാത്രിയിലൊക്കെ സഞ്ചരിക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് കൊച്ചിയിൽ അത്ര ഒരു പ്രശ്നമില്ലായിരുന്നു. കൊച്ചി വളരെ സ്വതന്ത്രമായൊരു സിറ്റിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കൊച്ചിയിൽ ഒരു 8 മണി കഴിഞ്ഞാൽ കഴിയുന്നതും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം, അതായത് 23-24 വർഷത്തിൽ 7-8 പേരാണ് ഇതേപോലെ യാതൊരു തമ്മിൽ ഒരിക്കലും പരിചയമില്ലാത്ത വ്യക്തികൾ തമ്മിൽ ഒരു ചെറിയ ഉദാഹരണത്തിന് ഒരു വാഹനത്തിലൊന്ന് തട്ടി, ഒരു ബൈക്ക് കൊണ്ടുവന്ന് തട്ടുന്നു, കാറിൻ്റെ ഡ്രൈവർ വണ്ടി നിർത്തുന്നു, അത് പ്രകടമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ചു എന്നുള്ള രീതിയിൽ ചില സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം. ആ പ്രതികരണത്തിന് അടുത്ത നിമിഷത്തിൽ ഈ കൊണ്ടിടിച്ച വ്യക്തികൾ ആക്രമിക്കുകയും കത്തിയെടുത്ത് കുത്തുകയും കൊല്ലുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളിപ്പം വളരെ എന്താ പറയുക, ഒരു നിത്യ സംഭവങ്ങളായി മാറുന്നൊരവസ്ഥ എത്തുന്നുണ്ട്. അത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലഹരി വേട്ട തുടങ്ങിയതിന് ശേഷം ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ 2-3 ദിവസങ്ങളുണ്ട്. അതിനു മുമ്പ് കൊച്ചി നഗരത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഈ രീതിയിൽ വിശേഷിച്ചൊരു 9 മണിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ബൈക്കിലൂടെ ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒന്നിച്ചിങ്ങനെ കാറുകളുടെ മുമ്പിൽ കൂടി ഇങ്ങനെ വളരെ സർക്കസൊക്കെ കാണിച്ച് പോകുന്ന രീതി. അപ്പോൾ ഇത് കേരളത്തിലൊരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ നേരിടുക ആയിരിക്കണം ഒരു ഭരണകൂടത്തിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ അത് അതിക്രമിച്ചെന്ന് കഴിഞ്ഞിരിക്കുന്നു. കാര്യം ഇത് വ്യാപകമായ മറ്റ് ആക്രമണങ്ങളിലേക്കും കൊലപാതക പരമ്പരകളിലേക്കും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല 5ാം ക്ലാസ്സിലെ കുട്ടികളിലേക്ക് വരെ എത്തിയിരിക്കുന്നു സാധനം. അപ്പോൾ ഇതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നു, ഇപ്പം ലഹരിയെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ചിലരുടെ ലക്ഷ്യം, SFI ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം മുഹമ്മദ് റിയാസ് മന്ത്രിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഈ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ കയറിയ 10 വർഷത്തെ LDF ഗവൺമെൻറ് 10 വർഷമാകാൻ പോകുന്നു, 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തേക്ക് കിടക്കാൻ പോകുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇത്രയും ഇത് വളർന്ന സാധനം. കാര്യം ഈ കാലഘട്ടത്തിലാണ് ലഹരി വന്നതെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു അഭൂതപൂർവമായ ഒരു അവസ്ഥയിലേക്ക് ഈ ലഹരിയുടെ ഒരു വ്യാപകമായ ഉപയോഗം വികസിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം വലുതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കേസുകൾ ഈ കഞ്ചാവിൻ്റെ ആണെങ്കിലും MDMA ആണെങ്കിലും, അതായത് രാസലഹരിയുടെ ആണെങ്കിലും മറ്റ് ലഹരിയുടെയൊക്കെ ആണെങ്കിലും ഒരുപാട് കേസുകൾ പിടിച്ചത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ DYFIയുടെയും CPMൻ്റെയൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഈ സ്വാധീനമുള്ളവർ സ്വാഭാവികമായിട്ടും ആ സ്വാധീനം ഉപയോഗിക്കും, അത് സംശയമില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിപ്പം CPMൻ്റെ കാര്യം മാത്രമല്ല, ഇതിപ്പം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇതുപോലുള്ള ഒരുപാട് സമാനമായ സംഭവങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് പലതും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പീരീഡ് പറയുന്നില്ല. ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്തിന് സമീപത്തുള്ള ഒരു പുറക്കാട്, കായംകുളം ആ ഒരു പ്രദേശത്തുള്ള പുറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുകൂടിയ ഒരു ഓഫീസർ, ഒരു എക്സൈസ് ഓഫീസർ 26,000 പാക്കറ്റുകളാണ് ഒരു ഗോഡൗണിൽ നിന്ന് പിടിച്ചത്. അതിനകത്ത് രാസലഹരി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ്
ലഹരി പദാർത്ഥങ്ങൾക്ക്. അങ്ങനെ 26,000 പാക്കറ്റുകൾ പിടിച്ചു. 26,000. അപ്പോൾ അത് എത്ര കോടികളുടെയാണെന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയ ഗോഡൗണിൽ നിന്നാണ് പിടിച്ചത്. ലഹരിയുടെ ഗോഡൗൺ ഈ പുറക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചു. അപ്പോൾ അവിടെ നിന്ന് പിടിച്ച ചില വ്യക്തികളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് വേറൊരു ഗോഡൗൺ ഉണ്ട്, അത് കരുവാറ്റയാണെന്ന് പറഞ്ഞു. കരുവാറ്റ എന്ന് പറയുന്നത് ആലപ്പുഴ ഹരിപ്പാട് ആ ഒരു പ്രദേശത്തിന് സമീപത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കരുവാറ്റയിലേക്ക് ഇയാളെ കൊണ്ടുപോയി റെയ്ഡ് ചെയ്യാനായിട്ട് ഈ ഗോഡൗണിലേക്ക് പോകുന്ന സമയത്ത് അത് ഇതിനേക്കാൾ വലിയ ഗോഡൗണാണ്. അപ്പോൾ ഇവിടെ 26,000 പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവിടേക്ക് അവിടെ ചെന്ന് റെയ്ഡ് നടത്താനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ എത്തി ഇദ്ദേഹത്തിന് അവിടെ ആ ഒരു റെയ്ഡിൽ നിന്ന് പിന്മാറ്റുകയും പിന്നീട് ഇദ്ദേഹത്തിന് ഈ പോലീസ് ഓഫീസർക്കെതിരെ നടപടിയിൽ വരുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും റിട്ടയർമെൻറ്റിന് ശേഷവും ഈ കോടതിയും കേസുകളായിട്ട് നടക്കുകയാണ് ഇത്തരം വിഷയത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് നല്ല നമ്മുടെ ഇവിടുത്തെ പിന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം. അതിനകത്ത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും നേതൃത്വത്തിനും മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇതെവിടെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളെന്ന്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ പിന്നെ വിതരണം പോകുന്നതെന്നും. ഇതിപ്പോൾ കായംകുളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിലേക്ക് പോകുന്ന ലഹരിയുടെ നല്ല ശതമാനത്തിൻ്റെ അതിൻ്റെ ഒരു തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കായംകുളം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതേപോലെ തന്നെ മുൻപ് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഋഷിരാജ് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഋഷിരാജ് സിംഗ് അത് മദ്യത്തിൻ്റെ എല്ലാം വരുമായിരുന്നു. ഋഷിരാജ് സിംഗിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ആ ഒരു കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറ്റം വന്നു. CBIയിലേക്ക് അദ്ദേഹത്തിന് വിട്ടു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പണ്ട് അദ്ദേഹം CBIയിലേക്കൊരു ഡെപ്യൂട്ടേഷന് അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പോലും മറന്നുപോയ ആ അപേക്ഷ പെട്ടെന്ന് ജീവൻ വയ്ക്കുകയും അദ്ദേഹം മാറുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ സമാന്തര സാമ്പത്തിക മേഖലയാണ്, ഒരു പാരലൽ എക്കോണമിയാണ്. ഈ എക്കോണമി വളരെ വലുതാണ്, നമ്മൾ വിചാരിക്കുന്ന കള്ളല്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് പൊളിറ്റിക്കൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് കാശ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകാത്തത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഇതൊരു വലിയ മരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലയിൽ നിന്നുള്ള ചെറിയ എന്താ പറയുക അടർത്തിയെടുക്കലോ അല്ലെങ്കിൽ ചില്ലയിൽ ശിഖരങ്ങൾ പോലുമില്ല. അതിൻ്റെ പൂത്തുള്ള ചെറിയ കായകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല. ഇത് ഏകദേശം ഇതിങ്ങനെ പോയി കടുത്ത നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോളിടെക്നിക്കിൽ റെയ്ഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കോളേജ് ക്യാമ്പസുകളിലൊക്കെ റെയ്ഡ് ചെയ്യുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഒരു ഏറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു സജീവമായ ഒരു വിഷയം വരുന്നതോടുകൂടി ഇത് അവസാനിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് ഇപ്പം തന്നെ ഇതിനൊരു പൊളിറ്റിക്സിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിപ്പം പരസ്പരം അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ഇവരൊക്കെ തമ്മിൽ അങ്ങനെ ഒരു വാഗ്വാദത്തിൻ്റെയും ഒരു ഡിബേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിബേറ്റല്ല ഒരു വിവാദത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ വിഷയം ലഹരിയെ പിടിക്കുക, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോവുക എന്നുള്ള ആ ഒരു ശ്രദ്ധയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറും. ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സോഴ്സിൽ പോവുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ കേന്ദ്രം എന്തെങ്കിലും ഇടപെടൽ നടത്താൻ സാധ്യതയുള്ളത് ഏതാണ് ഈ വിഷയത്തിൽ? അല്ല, ഇത് സംസ്ഥാനത്തിൻ്റെ വിഷയമാണല്ലോ. കേന്ദ്രത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അത് കഴിയുമ്പോഴാണല്ലോ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റും. അപ്പോൾ നേരിട്ട് കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ പല വിഷയങ്ങളിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. ഇത് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒട്ടനവധി സാമൂഹിക വിഷയങ്ങൾ. ഇന്നിപ്പോൾ വീടുകൾ പോലും ഭദ്രമല്ലതായി മാറിയിരിക്കുകയാണ് ചെയ്തത്. കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ ഒരു കൊച്ചുകുട്ടി ഏത് മാനസികാവസ്ഥയിലാണ് അകത്തേക്ക് കടന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഈ MDMA ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഉപയോഗം കഴിഞ്ഞാൽ തന്നെ ചിന്താശേഷിയും അതേപോലെ തന്നെ ഈ മൃദുല വികാരങ്ങളും വൈകാരികതയൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുട്ടി കയറി വന്ന് വീട്ടിലുള്ള അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ ചേട്ടനെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആ യഥാർത്ഥ വിഷയത്തിലേക്ക് ശ്രദ്ധയൂന്നി നിൽക്കേണ്ട ഒരു സമയമാണ്. അതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണ്, ഗവൺമെൻറ്റിനാണ്. കാരണം ആ മുഖ്യ ശ്രദ്ധയിൽ ഊന്നി നിന്നിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പിന്തുണയും കൂടെ തേടി
ഉദാഹരണത്തിന് ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ചെറുപ്പക്കാരൊക്കെ ആയിട്ട്. ഇപ്പോൾ പട്രോളിംഗ് നടത്തിയിട്ട് അവർ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയകൾ പല സ്ഥലത്തും കൊച്ചിയിൽ തന്നെ നടക്കുന്നുണ്ട് സാധനം. അപ്പോൾ അത്തരം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പിന്തുണയും ഈ അന്തരീക്ഷവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു വ്യാപന ശൃംഖലയെ ഒന്ന് ചെറുതായിട്ട് എങ്കിലും ഒന്ന് പരിമിതപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ ആശ്വാസമായിരിക്കും. അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള ഈ മയക്കുമരുന്ന് വിപണനവും ശൃംഖലയും വികസിക്കുന്നുള്ളതാണ്. കാരണം പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിതരണ ഇതിൻ്റെ പിന്നിൽ ഈ ശക്തികൾ, ഈ മയക്കുമരുന്ന് വിപണന ശക്തികൾ പോലീസിൻ്റെ പിടിയിൽ ഒരു രീതിയിലും പെടാത്ത രീതിയിൽ അവരത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഉദാഹരണത്തിന് തിരുവല്ലയിലുണ്ടായ സംഭവം അതാണ്. 10 വയസ്സായ മകൻ്റെ ദേഹത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അച്ഛൻ വാഹനം ഓടിച്ചുകൊണ്ടത് ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നു. അതേപോലെ സ്ത്രീകളെ, അതിപ്പം വ്യാപകമായിട്ടുണ്ട്, സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഇത് വിതരണം ചെയ്യുന്നു. ഇപ്പോൾ നാളെ ഇനി ചിലപ്പോൾ ഒരു വയോവൃദ്ധകളെ ഉപയോഗിച്ചെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതി നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ മയക്കുമരുന്ന് ലോബി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു മന്ത്രിയൊക്കെ ഇത് പറയുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ മാറ്റിക്കൊണ്ട് പോകും എന്നുള്ളത് തിരിച്ചറിയേണ്ടത്.